ഇരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് അടിയൊഴുക്ക്, നീരൊഴുക്ക് വളരെ കൂടുതലാണ് പുഴകളിലൊക്കെ. അപ്പോൾ പുഴകളിലേക്ക് ഇറങ്ങുമ്പോൾ അത് സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കോഴിക്കോട് ബീച്ചിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ദൃശ്യം പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. അവിടെ ഈ കടലൊക്കെ അത്രത്തോളം ശാന്തമല്ല, അത്തരത്തിൽ അശാന്തമായി തന്നെ തുടരുന്നൊരു സാഹചര്യം ഉണ്ട്. എസ് അനീഷ് കുമാറിലേക്ക് നമുക്ക് കോഴിക്കോടേക്ക് തന്നെ നമുക്ക് പോകാം. എസ് അനീഷ് കുമാർ ഉണ്ട് കോഴിക്കോട് ബീച്ചിൽ നിന്ന് നമുക്കൊപ്പം. അനീഷ്, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് ബീച്ചിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിനപ്പുറം മഴ ഭയങ്കര ശക്തമായി നിൽക്കുകയാണല്ലേ? തീർച്ചയായും കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ, അല്ലെങ്കിൽ കോഴിക്കോടിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾ കൂടുതലായി എത്തുന്ന ഒരിടമാണ് വരയ്ക്കൽ ബീച്ച്. ഇവിടെ ഒരേപോലെ കാലാവസ്ഥ പ്രക്ഷുബ്ധമാണ്, ഒപ്പം കടലും പ്രക്ഷുബ്ധമാണ്. ഒരു ബാച്ചിലെ ആളുകൾ ഇപ്പോൾ പിതൃതർപ്പണം കഴിഞ്ഞ ശേഷം അവർക്ക് സ്നാനഘട്ടത്തിലേക്ക്, അത് ബീച്ചിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്, അവിടേക്ക് വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ നമുക്ക് കാണാം, ഒരു വശത്ത് ആർത്തലച്ച് വരുന്ന കടലാണ്. അതുകൊണ്ട് ആളുകൾ പരമാവധി കടലിലേക്ക് ഇറങ്ങാതെ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസും ഫയർഫോഴ്സും ഒപ്പം പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകരുമൊക്കെ അവരുടെ സുരക്ഷയ്ക്കായി നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. പുലർച്ചെ 4 മണി മുതലാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. വലിയ ഒരു വിശ്വാസി സമൂഹമാണ് ഇവിടേക്ക് ബലിതർപ്പണ ചടങ്ങുകളിലേക്ക് എത്തിയത്. കയ്യിൽ കറുകയും അരിയും നെല്ലും ഒക്കെയായി ആളുകൾ ബലിതർപ്പണത്തിനായി എത്തി ധ്യാന നിമഗ്നരായി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇവിടെ മാത്രം 4 സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. വരയ്ക്കൽ ദേവീക്ഷേത്രം, ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലുള്ളതും ഒപ്പം വരയ്ക്കൽ ബലിതർപ്പണ സമിതി എന്നിങ്ങനെ 4 തരത്തിലായാണ് രജിസ്ട്രേഷനുകൾ നടക്കുന്നത്. ഒരേ സമയത്ത് ഏതാണ്ട് 250-ലധികം ആളുകൾക്ക് രജിസ്ട്രേഷൻ നടത്തി ബലിതർപ്പണത്തിനായുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതായത് ഒരേ സമയത്ത് ചുരുങ്ങിയത് 1000-ലധികം പേരാണ് രാവിലെ മുതൽ തന്നെ ഇടമുറിയാതെ തങ്ങളുടെ പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തിക്കായി ബലിതർപ്പണം നടത്താനായി എത്തിയിരിക്കുന്നത്. ഇപ്പോഴും ആ നീണ്ട നിര വഴിയും പിന്നിട്ട് നീളുന്നു എന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവർ കമ്മിറ്റിക്കാർ തീരെ ശരിയില്ല. അവര് പൈസ വാങ്ങാന്നല്ലാണ്ട് പിന്നെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. എന്താണ് പ്രശ്നമുള്ളത്? ഞങ്ങളൊക്കെ 6 മണിക്ക് വന്ന് നിൽക്കുന്നുണ്ട്. പുതിയ ആൾക്കാർ വന്നിട്ട് പുതിയ വഴി ഉണ്ടാക്കി കയറി പോവുകയാണ്. അതാണ്, എത്രമാത്രം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയാലും അതൊന്നും പര്യാപ്തമാവുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം അദ്ദേഹം പുലർച്ചെ എത്തിയതാണ്. ഇപ്പോഴും പക്ഷേ ബലിതർപ്പണം നടത്താനായി കഴിഞ്ഞിട്ടില്ല. നീണ്ട വരിയിൽ ഇപ്പോഴും നിൽക്കുന്ന കാഴ്ച ഇത് തന്നെയാണ്. ഈ വർഷം അഭൂതപൂർവമായ തിരക്ക് ഇവിടേക്ക് അനുഭവപ്പെടുന്നു. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അവഗണിച്ചാണ് ആളുകൾ തങ്ങളുടെ പിതൃമോക്ഷ പ്രാപ്തിക്കായി ധ്യാന നിമഗ്നരായിക്കൊണ്ട് നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നത്. ഈ ചടങ്ങുകൾ ഏതാണ്ട് 10 മണി വരെ നീളും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ആ സമയക്കണക്കുകൾക്കപ്പുറം വീണ്ടും സമയം നീളാൻ തന്നെയാണ് സാധ്യത. മുൻകാലങ്ങൾക്ക് വിരുദ്ധമായി ഇത്തവണ ഓൺലൈൻ ക്രമീകരണങ്ങളൊക്കെ അടക്കം ഏർപ്പെടുത്തിയിരുന്നു. നേരത്തെ ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായ ഒരു സമയപരിധി നൽകുകയും ആ കൃത്യമായ സമയത്തിനുള്ളിൽ ബലിതർപ്പണം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ആ ക്രമീകരണങ്ങൾക്കൊക്കെ അപ്പുറം ആളുകളാണ് ഇത്തവണ ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. വരയ്ക്കൽ ബീച്ചിലാണ് കോഴിക്കോട് നഗരത്തിലെ പ്രധാനമായ പിതൃതർപ്പണ ചടങ്ങുകൾ നടക്കുക. ഇതിനൊപ്പം വെള്ളയിൽ ബീച്ച്, കോതി ബീച്ച് തുടങ്ങിയ ഇടങ്ങളിലും ചെറിയ രീതിയിലേക്കുള്ള, അതായത് ഇത്ര വിപുലമായതല്ലെങ്കിൽ പോലും അവിടെയും ബലിതർപ്പണ ചടങ്ങുകൾക്കുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അനീഷ്, നമുക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലാവസ്ഥ ഇങ്ങനെ പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കടൽ അത്ര ശാന്തമല്ല, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ്. അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ അവിടെ ശക്തമായി തന്നെ പാലിക്കപ്പെടുന്നില്ലേ? അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സജ്ജമാക്കിയതല്ലേ? തീർച്ചയായും വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഈ ബലിതർപ്പണ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്ന സംഘാടകർ
സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അല്പം ഒരു കാലതാമസം എത്തുന്ന സാഹചര്യമുണ്ട്. എല്ലാ ചടങ്ങുകളിലും അതിൻ്റെ ഒരു താമസം വരും. ഒപ്പം കടൽ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിപുലമായ രീതിയിൽ വോളണ്ടിയർമാരെയും മറ്റുമൊക്കെ കടൽ തീരത്ത് വിന്യസിച്ചിട്ടുണ്ട്. അവിടെയും ചടങ്ങുകൾക്ക് ചെറിയ കാലതാമസം ഉണ്ടാകുന്നുണ്ട് ഈ കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥ കാരണം തന്നെ. അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് ആളുകൾ കർമ്മങ്ങൾ പൂർത്തിയാക്കി വരുമ്പോഴേക്കും ഒരു സമയം എടുക്കും. അതാണ് ചെറിയൊരു കാലതാമസം വരുന്നത്. ഒപ്പം വലിയ തോതിൽ ഭക്തർ മുൻവർഷങ്ങളെക്കാളൊക്കെ ഇരട്ടി ആളുകൾ ഇത്തവണ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ തിരക്കിൽ അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. ഒരേ സമയം 1500-ലധികം ആളുകൾക്ക് പിതൃതർപ്പണം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഈ ബീച്ചിനോട് ചേർന്ന ബലിതർപ്പണ വേദിയിൽ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യങ്ങൾ മതിയാവില്ല. ഇതിനേക്കാളൊക്കെ ഇരട്ടി ആളുകൾ പുറത്ത് സൗകര്യങ്ങൾക്കായി അല്ലെങ്കിൽ ആ പിതൃതർപ്പണത്തിനായി കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വലിയ വാഹന കുരുക്ക് തന്നെ പുറത്ത് അനുഭവപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ആ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും പിതൃക്കൾക്കായി ഒരു ദിനം, പിതൃമോക്ഷ പ്രാപ്തിക്കായി പ്രാർത്ഥിക്കാൻ ഒരു ദിനം കയ്യിൽ ദർഭയും കറുകയും അരിയുമൊക്കെയായി അവരുടെ പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് അവർ ധ്യാന നിമഗ്നരായി നിൽക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഈ ബലിതർപ്പണ പുരകളിൽ നിന്നും കാണാൻ കഴിയുന്നത്, സ്നാനഘട്ടങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നത്. എന്തായാലും പൂർണ്ണ തൃപ്തമായി നിറഞ്ഞ മനസ്സുമായാണ് ആളുകൾ ബലിതർപ്പണ ചടങ്ങുകൾ പൂർത്തിയാക്കി ഇവിടെ നിന്നും മടങ്ങുന്നത്. ഇപ്പോൾ അടുത്ത ഒരു ബാച്ചിലെ ആളുകൾ, വിശ്വാസികൾ അവരുടെ തർപ്പണ ചടങ്ങുകൾ നടത്തുന്ന ദൃശ്യങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം. തീർച്ചയായും. സനീഷ് കുമാറാണ് കോഴിക്കോട് ബീച്ചിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. അവിടെ ബീച്ചിലും ഈ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമാവധി പരാതികളില്ലാതെ തന്നെ അവിടുത്തെ എല്ലാ ചടങ്ങുകളും ക്രമീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്തെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും അത്തരത്തിൽ തന്നെയാണ്. വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും കാലയെ കൂട്ടി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മേഖലയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട 2-3 സ്ഥലങ്ങളിലേക്ക് പോയി. ആലുവ മണപ്പുറത്തേക്ക് പോയി, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിലേക്ക് പോയി, ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലേക്ക് നമ്മൾ പോയി. അവിടെ ഒന്നും പരാതിയില്ലാതെ തന്നെ വിശ്വാസികൾ അവരുടെ ബലിതർപ്പണ ചടങ്ങുകൾ പൂർണ്ണ ആത്മസംതൃപ്തിയോട് തന്നെ കൂടെ തന്നെ ആ കർമ്മം ചെയ്തു തീർക്കുകയാണ്. വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് കോഴിക്കോട് ബീച്ചിലും. ഒരേ സമയം തന്നെ 1200-ലധികം വിശ്വാസികൾക്ക് ബലിതർപ്പിക്കാനുള്ള സൗകര്യം അവിടെയും ഒരുക്കിയിട്ടുണ്ട്. ഒരു ബാച്ചിന്റെ ബലിതർപ്പണ ചടങ്ങ് പൂർത്തിയായി. അതിനുശേഷം രണ്ടാമത്തെ ബാച്ച് അവിടെ ബലിതർപ്പണ ചടങ്ങ് ആരംഭിച്ചിരിക്കുകയാണ്. MS സനീഷ് കുമാറാണ് നമുക്ക് ഒപ്പം അവിടെ നിന്ന് ചേർന്നത്. ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്കൊന്ന് വന്നാൽ, തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്ന് തിരുവല്ലം പരശുരാമ ക്ഷേത്രമാണ്. പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. അവിടെ നിന്ന് സാരംഗ് സുധാകരൻ നമുക്കൊപ്പം ചേരുകയാണ്. സാരംഗ്, ഒരുപാട് വിശ്വാസികൾ എത്തുന്ന ഒരു കേന്ദ്രമാണ്. അവിടെ വലിയ തിരക്ക് സ്വാഭാവികമായും എല്ലാ വർഷവും അനുഭവപ്പെടും. ഇത്തവണയും അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായും ഇന്ന് രാവിലെ 2:30 ഇവിടെയും തിരുവല്ല ക്ഷേത്രത്തിലും ഇത്തരത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. ഇപ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മറ്റെല്ലാ സ്ഥലങ്ങളും നമ്മൾ ഇപ്പോൾ തിരുനാവായ, കോഴിക്കോട് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും നമ്മൾ റിപ്പോർട്ട് പ്രകാരം പോലെ തന്നെ ഇവിടെയും നല്ല കനത്ത മഴ നിലവിൽ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് വരെ പെയ്തിരുന്നു. ഇപ്പോഴാണ്